നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ 500-ലധികം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരവയവമാണ് ലിവർ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി മെലിഞ്ഞവരിലും കുട്ടികളിലും കോമണായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ഷഹല സി എച്ച്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമസ്കാരം ഡോക്ടേഴ്സ്. നമസ്കാരം. ഫാറ്റി ലിവർ നമ്മൾ പൊതുവേ കേൾക്കാറുള്ളൊരു വളരെ കോമൺ ആയിട്ട് കേട്ടുവരുന്നൊരു അസുഖമാണ്. ലിവറിൽ കൊഴുപ്പടിയാന്നൊക്കെ പറയും. നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഒരുപാട് കൊഴുപ്പ് അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറം ഒരു 5% അപ്പുറം കൊഴുപ്പടിയുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. പലപ്പോഴും നമ്മൾ വിചാരിക്കുക ഈ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്നൊക്കെയാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല, ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നൊരു കണ്ടൻ്റ് ഉണ്ട് കൊഴുപ്പിൻ്റെ. അതിൽ ചീത്ത കൊഴുപ്പ് എന്ന് പറയുന്നൊരു ഘടകമാണ് കൂടുതലായിട്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് അതിൽ അടിഞ്ഞു കൂടുന്നത് ലിവറിൽ. അതുകൊണ്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടിയാൽ വളരെ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരും. പക്ഷേ അതിനൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാറാണ്. പലപ്പോഴും ഗ്രേഡ് 1 ഫാറ്റി ലിവറാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. പക്ഷേ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്നൊക്കെ സ്റ്റേജ് ഉണ്ട് ലിവറിൻ്റെ. ആ സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വളരെ ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരും. പിന്നെ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ ഗ്രേഡ് 1 ഉള്ളവരാണെങ്കിലും ഗ്രേഡ് 2 ഉള്ളവരാണെങ്കിലും അതിനെ പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ 3 പേരും ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ വരെ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ നമുക്കറിയാം ഗ്രേഡ് 2 ഫാറ്റി ലിവർ കണ്ടെത്തിയ ഒരു കുട്ടി ഇന്നലെ OPയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും അതുപോലെ മുതിർന്ന ആളുകളിലും മെലിഞ്ഞ ആളുകളിലൊക്കെ ഒരുപാട് ഫാറ്റി ലിവർ കേസുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഞാൻ ഡോക്ടർ ഷഹല സി എച്ച്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അതേപോലെ തന്നെയാണ് പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ അല്ലേ, കുറച്ച് കൊഴുപ്പിൻ്റെ ബോഡിയിലുണ്ട്, പക്ഷേ അതിനങ്ങോട്ട് നിസ്സാരമാക്കി കളഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കാറുള്ളത്. പക്ഷേ ഈ ഗ്രേഡ് 2 ഗ്രേഡ് 3 അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ തന്നെ ഇത് പലപ്പോഴും ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് പിന്നീട് അതങ്ങോട്ട് പലപ്പോഴും ഡയബറ്റിക് ഉള്ള കണ്ടീഷൻ ആവുന്നത്. അതുപോലെ തന്നെ കാർഡിയാക് അസുഖങ്ങൾ, ഹൃദയപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഫാറ്റി ലിവർ കാരണം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇതിലോട്ടൊക്കെ നയിക്കും. നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത്. എന്നാൽ അതിനെ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രേഡ് 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരു റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ഞാനതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മരുന്നുകൾ എടുക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം എപ്പോഴൊക്കെയാണ് മരുന്നുകൾ എടുക്കേണ്ടത് എന്നുള്ളതും എപ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് എന്തായാലും അത് നോക്കാം. ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. പലരിലും ഒരു ധാരണയുണ്ട്, കാരണം തടിച്ച ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് വരിക, അതുപോലെ കുറച്ച് പ്രായം ചെല്ലുന്ന സമയത്താണ് ഇത് വരിക എന്നുള്ളതൊക്കെ. മെലിഞ്ഞ ആളുകളിലും ഇതിപ്പോൾ കണ്ടുവരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഈ മെലിഞ്ഞ ആളുകൾക്കൊക്കെ വരുമ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റുക? എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ശരീരം? അതെ, സാധാരണ എൻ്റെ OPയിലൊക്കെ ഞാൻ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു നമുക്ക് സൈൻ എന്ന് പറയാം. പൊതുവേ അവരുടെ ശരീരപ്രകൃതി പൊതുവേ മെലിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അവർക്ക് അടിവയറ് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം അവരുടെ കൊഴുപ്പൊക്കെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് അടിവയറ്റിലാണ്. അപ്പോൾ അടിവയറ്റിൽ കൊഴുപ്പ് കൂടുതലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അടിവയറിൻ്റെ വണ്ണം കൂടുതലുള്ള ആളുകളിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെലിഞ്ഞ ആൾക്കാരിലും ഇതുപോലെ അടിവയർ അവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം കൊഴുപ്പ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അത് പല കോശങ്ങളിലും പോയി സ്റ്റോർ ചെയ്യും. ലിവറിൽ ലിമിറ്റ് കഴിഞ്ഞാൽ ലിവറിൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പല കോശങ്ങളിലും, പ്രത്യേകിച്ച് അടിവയറ്റിൽ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളിൽ, വയറിൽ, അതുപോലെ തന്നെ പാങ്ക്രിയാസ് പോലെയുള്ള മറ്റ് അവയവങ്ങളിലൊക്കെ ഈ കൊഴുപ്പ് പോയി അടിയുന്നതാണ്. അത് കാരണം ഇവർക്ക്
കൊഴുപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ വയറിൻ്റെ വണ്ണവും കൂടും. മെലിഞ്ഞ ആളുകളിലും കണ്ടുവരുന്നുണ്ട്. കുട്ടികളിലും കൂടുതൽ വണ്ണമുള്ള ആളുകളിൽ, പ്രത്യേകിച്ച് അടിവയറ് കൂടുതലുള്ള ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോൾ മറ്റ് അവയവങ്ങളിലൊക്കെ ഈ കൊഴുപ്പ് അടിയുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഇൻസുലിൻ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവും, പക്ഷേ ഈ ഇൻസുലിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല. കാരണം ഈ കൊഴുപ്പിനൊക്കെ അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് എത്തുന്ന കലോറീസ്, ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഒരുപാട് കലോറീസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനൊക്കെ പ്രോപ്പറായിട്ടൊന്ന് വിഘടിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് എനർജി ആക്കി യൂസ് ചെയ്യാനൊന്നും ഈ ഇൻസുലിന് കഴിയില്ല. ആ ഒരു അവസ്ഥയാണ് ഇത്തരം ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റ് രോഗങ്ങളും ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. ടൈപ്പ് 2 പ്രമേഹം കണ്ടുവരാം. അതുപോലെ കുട്ടികളിലാണെങ്കിൽ പൊണ്ണത്തടി കണ്ടുവരാം. സ്ത്രീകളിലാണെങ്കിൽ PCOD പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷൻ കാരണം ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മെലിഞ്ഞ ആളുകളിലും തടിച്ച ആളുകളിലൊക്കെ ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ഉണ്ടാവും, പക്ഷെ അത് പ്രോപ്പറായിട്ട് അവർക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ഗ്ലൂക്കോസ് ശരീരത്തിൽ എക്സസ് ആയിട്ട് വരും. അത് കാരണം ഇവർക്ക് ഇത്തരം പ്രമേഹ രോഗവും PCOD ഒക്കെ വഴിക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് പറയുന്നത്. ഇപ്പോൾ ഡോക്ടറെ നമ്മൾ പറഞ്ഞല്ലോ വയറ് കൂടി വരുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണെന്നുള്ളത്. അതുപോലെ PCOD അതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ PCOD ഒക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കാണിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയൊക്കെ എനിക്കിപ്പോൾ ഇന്ന ഒരു അസുഖം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്തെങ്കിലും കൂടുതൽ ലക്ഷണങ്ങളായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം? അതുപോലെ നമ്മൾ ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് ഏതെല്ലാം രീതികളിലാണ് കണ്ടെത്താൻ പറ്റുക? ഓക്കെ, നമ്മളിപ്പോൾ ഡോക്ടർ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു. എസ്പെഷ്യലി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ബോഡിയിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും. അതാണ് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന ബ്ലാക്ക് ഡിസ്കളറേഷൻ. എസ്പെഷ്യലി നെറ്റിയുടെ സൈഡിലുണ്ടാവാം, കണ്ണിൻ്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, കഴുത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ബ്ലാക്ക് കളറ്. അതുപോലെ ചിലർക്കൊക്കെ ഒരുപാട് സ്റ്റേജ് കൂടുന്ന സമയത്ത് കാലിൽ നീര് കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ഒരു ഉന്മേഷക്കുറവ് ഒക്കെ എല്ലായ്പ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ജനറലി നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതുകൂടാതെ പിന്നെ നമുക്ക് എങ്ങനെ ഇത് കിട്ടുക എന്നുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ കോമൺ എല്ലാവർക്കും അറിയുന്നതാണ്, എപ്പോഴെങ്കിലും പോയിട്ട് ഇപ്പോൾ കിഡ്നീൻ്റെ ബുദ്ധിമുട്ടിനോ സ്റ്റോണിൻ്റെ ഇഷ്യൂസിനോ അല്ലെങ്കിൽ വേറെ വല്ല വയറിൻ്റെ ബുദ്ധിമുട്ടുകൾക്കോ ഒക്കെ സ്കാൻ ചെയ്യുമ്പോഴാവും പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ടാവാം. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം നോർമലായിട്ട് വരാറുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്, LFT. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ അതിലുള്ള കോശങ്ങളെ, ലിവറിലുള്ള കോശങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചില പേഷ്യൻസ് പറയാറുണ്ട്, നമുക്ക് സ്കാനിങ്ങിൽ grade 1, grade 2 ഫാറ്റി ലിവർ കാണിക്കാറുണ്ട്, പക്ഷേ ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് LFT നോർമലായിട്ട് കാണാറുണ്ട്. അതെന്താ അങ്ങനെ? അതല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് LFT ഒരു 40ൻ്റെ മുകളിലോ 60ൻ്റെ മുകളിലോ, ചിലർക്ക് 100, അതായത് SGOT SGPT ഇതിന് മുകളിൽ വന്ന് കാണാറുണ്ട്. എന്നാൽ അത് grade 1 ഫാറ്റി ലിവർ ഒക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലുള്ള കോശങ്ങളെ ബാധിക്കുമ്പോഴാണ് ഇതിൽ നിന്നുണ്ടാകുന്ന എൻസൈംസ്, ദഹനരസങ്ങളെയും കൂടെ ബാധിക്കുന്നുണ്ടാകുക. അപ്പോഴാണ് ഇത് പലപ്പോഴും ഫ്ലക്ച്വേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫാറ്റി ലിവർ എന്ന് മാത്രമേ പറയുള്ളൂ. അതല്ല, ലിവർ ഫങ്ഷൻ ടെസ്റ്റിലും അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ട് എങ്കിലാണ് നമുക്കത് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആയി മാറുന്നത്. അതായത് ഫാറ്റി ലിവർ രോഗം. അല്ലെങ്കിൽ അത് ജനറലി ഫാറ്റി ലിവർ ആണ്. സ്കാനിങ്ങിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് മാത്രം അടിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഫാറ്റി ലിവർ. അതല്ല, ബ്ലഡ് റിപ്പോർട്ടിലും കൂടെ നിങ്ങൾക്ക് ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, SGOT SGPT ഒക്കെ കൂടിക്കിടക്കുന്നുണ്ടെങ്കിലാണ് ഫാറ്റി ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ രോഗം ആയി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാതെ തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രോ സ്കാൻ ചെയ്യുന്ന സമയത്താണ്.
കോശങ്ങൾക്ക് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫൈബ്രോ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനും പറ്റും. അതിനും ഇതുപോലെ തന്നെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നുള്ള രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കരളിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ജനറലി നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് മനസ്സിലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്കാനിങ്, ബ്ലഡ് റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഫൈബ്രോ സ്കാനൊക്കെ ചെയ്യുമ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ജീവിതശൈലിയിൽ ഈ ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണ്? അതായത് നമുക്കാണെങ്കിൽ എന്നും ചോറും കഞ്ഞിയും അതൊക്കെയാണല്ലോ സാധാരണയായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണോ? അതെ, തീർച്ചയായിട്ടും. പണ്ട് കൂടുതലായിട്ട് എല്ലാവരും പറയാറുള്ളത് മദ്യം കഴിക്കുന്ന ആളുകളിലാണ് ഈ ഫാറ്റി ലിവർ വരാറുള്ളത്. മദ്യം കൊണ്ടാണ് ഈ ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറയുന്നത് എന്നുള്ളൊരു ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് അതൊക്കെ നേരെ തിരിഞ്ഞു പോയിട്ടുണ്ട്. മദ്യം കഴിക്കുന്നത് ഒരു കാരണമാണ്, പക്ഷെ അതിലേറെ കൂടുതൽ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ജീവിത രീതി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് വരുന്ന ഫാറ്റി ലിവർ രോഗങ്ങളാണ് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഡയറ്റ് തന്നെയാണ്. ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിച്ചു വരുന്നത്. അതിനനുസരിച്ച് നമുക്കൊരു എനർജി നമ്മൾ കളയുന്നില്ല, നമ്മളതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് എനർജി പോകുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് കലോറീസുകളൊക്കെ നമ്മൾ ലിവറിൽ പോയിട്ട് അടിഞ്ഞ് അത് കൊഴുപ്പായിട്ട് വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന അൾട്രാ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലൊക്കെ ഒന്ന് വരാനുള്ളൊരു കാരണം അവർ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ്, ചിപ്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായി കിട്ടുന്ന ന്യൂഡിൽസ്, അതുപോലെ തന്നെ പേസ്ട്രീസ്, കേക്കുകൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് അത്തരം കുട്ടികൾ കഴിച്ചു വരുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് എനർജി അല്ലെങ്കിൽ ആവശ്യത്തിന് എനർജി ആയിട്ട് പുറത്തേക്ക് പോകുന്നുമില്ല. ആ സമയത്താണ് ഇവർക്ക് ഫാറ്റി ലിവർ രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓയിലി ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ ബ്രോസ്റ്റ് പോലെയുള്ള ഓയിലി കണ്ടൻറ്റ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് എയർ ഫ്രൈയർ. അത്രയും നമുക്ക് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നമുക്ക് എയർ ഫ്രൈയർ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം ഓയിലി കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാനും കൂടെ നോക്കുക. പിന്നെ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചസാര മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം, ചോറ്, അതൊക്കെ ഒരു വിധം ഗ്ലൂക്കോസ് തന്നെയാണ്. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും കണ്ടൻറ്റുള്ള എല്ലാ ഭക്ഷണങ്ങളും അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊഴുപ്പായിട്ട് അത് സ്റ്റോർ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ടത് മലയാളികൾക്ക് ഉള്ളത് ചോറ് തന്നെയാണ്. ആ ചോറ് അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവർ ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, ഷുഗറി ആയിട്ടുള്ള, പ്രത്യേകിച്ച് മധുരത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഡ്രിങ്ക്സുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ജ്യൂസുകൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സി പോലെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ വളരെ പോയ്സണാണ്. ഇതിനെ പോയ്സൺ എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഷുഗറി പോയ്സൺ ആണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ രോഗം വളരെ എളുപ്പത്തിൽ വരും. അപ്പോൾ ഇത് അതൊരു അരിഭക്ഷണം തന്നെയാണ്. അതോടൊപ്പം നമുക്ക് അരിഭക്ഷണത്തിൽ കൂട്ടാവുന്ന മറ്റൊന്നാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരങ്ങൾ എല്ലാം അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ചെയ്യേണ്ടത് അരിഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കുക. അരിഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചിട്ട് അതിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ്, പ്രോട്ടീന്, ഹെൽത്തി ഫാറ്റ്, ഈ 3 കണ്ടൻറ്റും ഉണ്ടോ എന്ന് പരമാവധി ഉറപ്പ് വരുത്തുക. എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഗ്ലൂക്കോസ് കുറച്ചിട്ട് ബാക്കിയുള്ള പ്രോട്ടീനും ഫാറ്റും ഫൈബറും, ഈ 3 കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു രോഗത്തെ തടയാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചിക്കൻ ആവാം, അല്ലെങ്കിൽ ഫിഷ് ആവാം, അങ്ങനത്തെ ഏത് മീറ്റ് ഐറ്റംസ് ഒക്കെ ആവാം. പക്ഷെ അതൊക്കെ ഫ്രൈ ചെയ്യാതെ നമുക്ക് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രേവി ആക്കിയിട്ടോ കഴിക്കാൻ ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്, നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ സപ്ലൈ ചെയ്യുക ശരീരത്തിലേക്ക്. ചീത്ത കൊഴുപ്പ് ഒഴിവാക്കിയതിന് ശേഷം നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നട്ട്സുകൾ, അല്ലെങ്കിൽ അവോക്കാഡോ, നമ്മൾ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നെയ്യ്, ബട്ടർ, അതൊക്കെ വീട്ടിലുണ്ടാക്കിയ ബട്ടറും നെയ്യൊക്കെയാണ്, അതും ഇൻക്ലൂഡ് ചെയ്യാം. ഇത്തരത്തിൽ ഈ ഒരു കോമ്പിനേഷനിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഫാറ്റി ലിവർ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി കൊണ്ടാണ്, നമ്മുടെ ഭക്ഷണ രീതി തെറ്റായിട്ടുള്ള ഒരു ഭക്ഷണ രീതി കൊണ്ടാണ് നമുക്ക് അധികവും മലയാളികളിൽ ഫാറ്റി ലിവർ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. വേറൊരു കാരണം മരുന്നുകളാണ്. മരുന്നുകളെന്ന് പറയുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് നമ്മൾ പെയിൻ കില്ലേഴ്സൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നവർ, പാരസിറ്റമോൾ അനാവശ്യമായിട്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇല്ലാതെ കഴിക്കുന്ന ആളുകളിൽ, അതുപോലെ തന്നെ നമുക്ക് കോൺട്രാസെപ്റ്റീവ് പിൽസുകൾ, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന ഹോർമോണൽ പിൽസുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ സൈക്യാട്രിക് ഡ്രഗ്സുകൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് പല
ഈസ്ട്രജൻ കണ്ടൻറ്റുള്ള മരുന്നുകൾ ഒക്കെ ഡോക്ടറുടെ ഒരു അഡ്വൈസ് ഇല്ലാതെ ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഫാറ്റി ലിവറിൻ്റെ അസുഖം വരും. അതുപോലെ തന്നെ തൈറോയിഡ് രോഗമുള്ളവർ അത് കൺട്രോൾ ചെയ്യാതെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു ആൽക്കഹോൾ കാരണം വന്നിരുന്ന ഈ രോഗം ഇന്നിപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, നമുക്ക് വരുന്ന അസുഖങ്ങളൊക്കെ കാരണമാണ് കൂടുതലായിട്ട് ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരാനുള്ള കാരണങ്ങൾ. പിന്നെ ഒരു സംശയമുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ പലരും ഇന്ന് കൂടുതലായിട്ട് അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അത് ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണോ? ചോദിക്കാൻ എന്തിരിക്കുന്നു, അത് ഓഫ് കോഴ്സ് അതിനെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. ഇന്ന് സിറ്റിംഗ് ജോബ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്മോക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എനർജി യൂസ് ചെയ്യുന്നില്ല, ടോട്ടലി നമ്മുടെ ബോഡി റെസ്റ്റ് ഫേസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് വർക്ക് ചെയ്യുന്നില്ല, അത് കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് അത് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പറയട്ടെ, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മളതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ള രീതിയിലും രണ്ടായിട്ടായിരുന്നു തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ളത് മാറ്റിയിട്ട് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ളതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എനർജി ആയിട്ട് മാറുന്നത്, ഗ്ലൂക്കോസ് എനർജി ആയിട്ട് മാറുന്നത്. അതിൻ്റെ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷനിങ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അസുഖം എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതായത് MASLD എന്നുള്ളതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. അപ്പോൾ അത്രത്തോളം തന്നെ നമ്മൾ സിറ്റിംഗ് ജോബ് അതിന് എന്താ പറയുക, എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്തോ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഇപ്പോൾ നെക്കിനുള്ള എക്സസൈസുകൾ കൊടുക്കാം, കഴുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ. കാഫ് മസിൽസ്, നമ്മുടെ ഈ മുട്ടിൻ്റെ ബാക്കിലുള്ള കാലിൻ്റെ ബാക്കിലുള്ള മസിലാണ് കാഫ് മസിൽസ്, അതിനുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ ട്രങ്കൽ എക്സസൈസ്. അതുവഴി ഡയബറ്റിക് കുറയ്ക്കാനും അതിന് ഓട്ടോമാറ്റിക്കലി അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റ് ലിവർ കുറയ്ക്കാനൊക്കെ ഇത്തരത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ AC-യിലും കൂടി ആയിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കുക. നല്ല വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കുക. അതൊക്കെയാണ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഉണ്ട്, അതുപോലെ പുകവലി നമ്മുടെ ഫാറ്റി ലിവറിനെ ബാധിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ബാധിക്കും. അത് പലപ്പോഴും പിന്നെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ പുകവലി ബാധിക്കുന്നത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുക വലിക്കുന്നത് വഴി 7000-ലധികം രാസപദാർത്ഥങ്ങൾ നമ്മളെ ബോഡിയിൽ എത്തുന്നുണ്ട്. അതായത് ടോക്സിൻസ്. ആൽക്കഹോൾ ഒരു ടോക്സിനാണ്, പുകയിൽ അടങ്ങിയിരിക്കുന്നതും ടോക്സിനാണ്. ഓഫ് കോഴ്സ് ടോക്സിൻസ് എവിടെയാണ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുക? കരളിലാണ്. അത് കരളിൻ്റെ പ്രവർത്തനത്തിനെ തകരാറിലാക്കും. അതിൽ നിന്നുണ്ടാകുന്ന എൻസൈംസ് കാര്യങ്ങൾക്കൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നൊരു ഘടകം കൂടെ ഉണ്ട്. അതിപ്പോൾ ഈ പുകവലി പറഞ്ഞപ്പോൾ പറയാം, ഉറക്കക്കുറവുള്ള ആൾക്കാർക്കൊക്കെ വരുന്നതാണ്. എന്തുകൊണ്ടാണ് ഉറക്കക്കുറവ് ഫാറ്റ് ലിവറിനെ ബാധിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വരുന്നതാണ്. ഈ പുകവലിയും ഉറക്കക്കുറവൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതും എന്താണ് ഫാറ്റ് ലിവറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റുകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. സ്മോക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ശരി, ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ എക്സസീവ് യൂസ് ഓഫ് ഈ ചായ കാപ്പി അത് ആണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ ഉറക്കം കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കറക്റ്റാക്കിയിട്ട് പ്രോപ്പറായി കൊണ്ടുപോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതുപോലെ പഴങ്ങൾ കഴിക്കുന്നത് ഫാറ്റി ലിവറിനെ ബാധിക്കുന്ന ഒരു ഘടകമാണോ? അതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അധികവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഫ്രഷ് ജ്യൂസുകൾ. പഴങ്ങളായിട്ട് ആരും കഴിക്കുന്നത് കാണാറില്ല. എല്ലാവരും പെട്ടെന്ന് ഒരു ഷോപ്പിൽ പോയിട്ട് കഴിക്കുക ഫ്രഷ് ജ്യൂസായിരിക്കും. അപ്പോൾ ഈ ജ്യൂസ് അടിക്കുമ്പോൾ എന്താണ്, ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുകയാണ്. ആ ഫ്രൂട്ട്സിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോവാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് ചെല്ലുമ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. കൂടാതെ ഫൈബർ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ ആ
ഫ്രൂട്ടിൻ്റെ ഫലം തന്നെ നഷ്ടപ്പെട്ടു. ആ രീതിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കലോറീസ് ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ കലോറീസും നമ്മുടെ അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ കൊഴുപ്പായിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക, അതും ഫാറ്റി ലിവർ ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ ഓയിലി കണ്ടൻ്റ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ ഈ ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ തന്നെയാണ്. എന്നാളിപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ ഫാറ്റി ലിവർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കട്ടെ എന്നുള്ളത്. അതിലുള്ളതും ഗ്ലൂക്കോസ് തന്നെയല്ലേ, മീൻസ് ആൾ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇതൊക്കെ സെയിം തന്നെ അല്ലേ എന്നുള്ളത്. ആക്ച്വലി രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ നമ്മുടെ ഫ്രൂട്ട്സിൽ കൂടുതൽ ഫൈബറും കൂടെ ഉണ്ടായതുകൊണ്ട് ഫ്രക്ടോസിൻ്റെ അളവ് കുറവാണ്. അതിൽ തന്നെ ചില ഫ്രൂട്ട്സും കൂടി ഉണ്ട് അല്ലേ ഡോക്ടറെ? ഈ ചക്ക, മാങ്ങ എന്നൊക്കെ പറയുന്ന ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് മാക്സിമം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് പകരമായിട്ട് നമുക്ക് ആപ്പിള്, പേരയ്ക്ക, പിന്നെ ബെറീസ് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പഴങ്ങൾ ഇപ്പോൾ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ഈ പറഞ്ഞത് തന്നെ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടെ ക്രേവിങ്സ് വരുന്നത് ചക്ക, മാങ്ങ ഒക്കെ തന്നെയാണ്. പൈനാപ്പിള് ഇതിലൊക്കെ മധുരം കൂടുതലാണല്ലോ, അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നത് കമ്പാരിറ്റീവ്ലി നല്ലതായിരിക്കും. എന്നാൽ അതിൻ്റെ ഒരു പീസ് കഴിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ വരാനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സ്, അതായത് നല്ല മധുരം കിട്ടുന്ന, ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശരീരത്തേക്ക് മധുരം കൂടുതലായിട്ട് കയറുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ്, എസ്പെഷ്യലി അതിൽ ചക്ക, മാങ്ങ, പൈനാപ്പിള് ഇതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ല മധുരമായിരിക്കുമല്ലോ ബോഡിക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സ്. എന്നാൽ അതിൽ തന്നെ 1-2 പീസ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ആപ്പിള്, പേരയ്ക്ക, ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലുള്ള കുഞ്ഞു കുഞ്ഞു ബെറീസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഈ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ്, ചിക്കു അതൊക്കെ കഴിക്കാം. അത് കഴിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ടും 1-2 കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള പോകാൻ പറ്റുന്ന രീതി. അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഇതൊക്കെ കഴിക്കാം, ഒന്ന് വെച്ച് കഴിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു 5 ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് ഹൈ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിൽ ബേക്കറി ഐറ്റംസ്, കുട്ടികളാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് ബേക്കറി അധികം കഴിക്കുന്ന ആളുകൾ. ബേക്കറി ഐറ്റംസ്, ചിപ്സ്, ഫ്രൈഡ് ഐറ്റംസ് അത് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹൈലി ഓയിൽ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എയർ ഫ്രൈ വെച്ചിട്ട് നമുക്ക് ഓയിലില്ലാതെ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇനി അഥവാ വറുത്ത് കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലൊക്കെ എണ്ണ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചീത്ത കൊഴുപ്പുള്ള ഓയിലുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കുക, അതിനോടൊപ്പം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ സാലഡിലൊക്കെ നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ അവോക്കാഡോ ഓയിൽ എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഓയിലുണ്ട്, അതൊക്കെ നമുക്ക് ഇതിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഒഴിവാക്കേണ്ടത് നമുക്ക് അൾട്രാ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ ഒഴിവാക്കേണ്ടത്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് മൈദ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, ഷുഗറിൻ്റെ മറ്റ് ഫോമുകൾ അതൊക്കെ കൂടുതലായിട്ട് ഒഴിവാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ചോറിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ: പ്രോട്ടീന്, ഫാറ്റ്, ഫൈബർ. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിൽ വെജിറ്റബിൾസാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ബീട്രൂട്ട് വളരെ ഹെൽത്തിയാണ്, ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് നമ്മളെ ബീട്രൂട്ട് നമുക്ക് അതുപോലെ ഉപ്പേരി ആയിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കാം. ബീട്രൂട്ട് സ്മൂത്തി ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്ന ഒന്നാണ്, പക്ഷേ അതിൽ ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇലക്കറികളിൽ ചീര, മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് കോളിഫ്ലവർ, അതുപോലെ തന്നെ ക്യാബേജ്, ബ്രൊക്കോളി. ഇവയെല്ലാം നമ്മൾ ലിവറിൻ്റെ ഒരു സ്ട്രെസ്സ് കുറക്കാനും അവിടെ ഒരു കൊഴുപ്പ് അടിയാതിരിക്കാനും സഹായിക്കുന്ന പച്ചക്കറികളിൽ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന 3 എണ്ണമാണ് ഈ ബ്രൊക്കോളി ഐറ്റംസ് അല്ലെങ്കിൽ കോളിഫ്ലവർ, ക്യാബേജ് പോലെയുള്ളവ.
അത് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ വെജിറ്റബിൾസിന് നമ്മൾ കൂടുതലായിട്ട് മുൻഗണന നൽകുക. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ അതൊക്കെ കഴിക്കാം. നട്ട്സുകൾ ഉൾപ്പെടുത്താം കേട്ടോ. പ്രോട്ടീനിൽ പിന്നെ പയർ വർഗ്ഗങ്ങൾ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒലീവ് ഓയിൽ നല്ലതാണ്, നട്ട്സുകൾ നല്ലതാണ്. അതുപോലെ ചെറിയ മീനുകളുണ്ടല്ലോ, അയല, മത്തി പോലെയുള്ള ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ ഉൾപ്പെടുത്തുക. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് ഇതിൽ കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ ബാക്കിയുള്ള മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ലിവറിൻ്റെ ഡാമേജ് ഉള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ, ലിവറിൽ ഒരുപാട് കൊഴുപ്പടിഞ്ഞിട്ടുള്ള കേസുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലിവറിൻ്റെ റിപ്പയർ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ പെട്ട ഒന്നാണ് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മൾ ഫിഷ് ഓയിൽസ്, അതായത് നമ്മൾ മീനെണ്ണ ഗുളികയൊക്കെ പറയാറുണ്ട്. അത് നമുക്ക് ഡെയിലി ഒരു ഗുളിക വീതം രാത്രി കഴിക്കാം. അത് omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ള ഒരു കണ്ടൻ്റ് ഉള്ളൊരു പദാർത്ഥമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഗ്രീൻ ടീ നമ്മുടെ ലിവറിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഒന്നാണ്. ഗ്രീൻ ടീ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രീൻ ടീക്ക് പുറമേ ഉപയോഗിക്കുന്ന 2 ഹെർബൽ ടീസ് ഉണ്ട്. പ്രത്യേകിച്ച് മിൽക്ക് തിസിൽ ടീ എന്നൊക്കെ പറയുന്ന ഹെർബൽ പ്രൊഡക്റ്റുകളാണ്. അത് നമുക്ക് ലിവറിൻ്റെ ഈ ഒരു കൊഴുപ്പിനെ അലിയിക്കാനും അതിനെയൊക്കെ സഹായിക്കുന്ന 2 ചായയിൽ പെട്ട 2 പ്രൊഡക്റ്റുകളാണ്. മിൽക്ക് തിസിൽ ടീയും ഡാൻജലിയോൺ റൂട്ട് ടീ എന്ന് പറയും. ഒക്കെ ഹെർബൽ പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ചായ, കാപ്പി, കട്ടൻ ചായ, കട്ടൻ കാപ്പിയൊക്കെ നമുക്ക് മധുരം കുറച്ചിട്ട്, അല്ലെങ്കിൽ മധുരം തീരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവറിലെ കൊഴുപ്പ് അലിയിക്കാൻ അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പലരും മുട്ട കഴിക്കുമ്പോൾ അതിന് മഞ്ഞക്കരി ഒഴിവാക്കും. അതേപോലുള്ളൊരിതാണ് പാലുത്പന്നങ്ങളും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? ഓക്കെ, മുട്ട യെല്ലോ മഞ്ഞ പോർഷൻ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടുതൽ ഒന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എത്രത്തോളം ഫാറ്റി ലിവറിൻ്റെ കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ മുട്ട ഒരു അപകടകാരിയൊന്നുമില്ല, പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അത് കഴിക്കാം. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും അല്ലേ, അതിലും ഇതേപോലെ തന്നെ പാട നീക്കിയിട്ട് കഴിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതും ഉൾപ്പെടുത്താം. മുട്ട വെള്ള ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 മുട്ടയുടെ വെള്ള കഴിക്കാം. അതുപോലെ തന്നെ ഒരു യോക്കും മഞ്ഞ പോർഷനും ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാലാണെന്നുണ്ടെങ്കിലും പാട നീക്കിയ പാല് കഴിക്കുന്നത് കൊണ്ട്, ഒരു ഗ്ലാസ് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അതിൻ്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും അതുപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജും കൂടെ നോക്കിയിട്ട് വേണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് നിശ്ചയിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാതെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സാധാരണ നമുക്ക് എന്താ പറയുക, ഒരു ശരീരത്തിൽ 1 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പോൾ നമ്മളൊരു 70 കിലോ ഉള്ള ആളുകളാണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് ശരീരത്തിൽ. പക്ഷേ ആ 70 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മുട്ടയെങ്കിലും കഴിക്കേണ്ടി വരും. അതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ നമ്മൾ മാക്സിമം മുട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ അത് മാക്സിമം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക. മുട്ടയിൽ ഹെൽത്തി ഫാറ്റാണ്, ഹെൽത്തി പ്രോട്ടീനാണ്. ഒരു 2-3 മുട്ട കഴിച്ചതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ്, ചീത്ത കൊഴുപ്പിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എത്രത്തോളം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം എന്നൊക്കെ നോക്കി കഴിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല. മുട്ടയോടൊപ്പം തന്നെ മറ്റുള്ള പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോഴേ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് അതിൽ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇന്ന് പലരും ഭയങ്കര ചായപ്രേമികളാണല്ലേ. എല്ലാവർക്കും ഓരോ ചായ കിട്ടണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ ചായക്ക് പകരം കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് എന്തൊക്കെയാണ്? ചായക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ടീ കുടിക്കാം. അതായത് പാൽ ചായ, പാൽ കാപ്പി, ഇത് മധുരം ഉപയോഗിച്ചിട്ട് കുടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിന് പകരമായിട്ട് ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി ഇത് കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതായത് യാതൊരുവിധ കുഴപ്പം ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലോസിന് നല്ലതാണ്. ഫാറ്റ് ലിവർ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലോസിന് നല്ലതാണ്. അതിന് പകരമായിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്രീൻ ടീ യൂസ് ചെയ്യാം. അതെല്ലാം വെറും വയറ്റിൽ കുടിക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഒരു മിഡ് ടൈം ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചത്തെ ഫുഡിൻ്റെയും ഇടയിൽ കഴിക്കുന്നതായിരിക്കും വയറിനും കൂടെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഗ്രീൻ ടീ തന്നെ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറുകൾ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അതിലുണ്ടാകുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാണ്.
ഇങ്ങനെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം ലിവറിൽ ഒരുപാട് ടോക്സിൻസ് എത്തുന്നുണ്ട് ഡെയിലി. അപ്പോൾ ആ ടോക്സിൻസിനൊക്കെ നിർവീര്യമാക്കുക എന്നുള്ളത് ലിവറിൻ്റെ ഒരു പ്രധാന ഫങ്ഷനാണ്. അപ്പോൾ ആ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ഒന്നും കൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്ക്സാണ് നമ്മൾ പറയുന്നത്. ഹെർബൽ പ്രൊഡക്റ്റുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീകളാണ്. നമ്മൾ മിൽക്ക് തിസിൽ ടീ എന്ന് പറയും. അതൊരു ചായപ്പൊടി പോലെ തന്നെ ഒരു പാക്കാണ്. ഒരു ഗ്ലാസ് വെള്ളം, ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ ഈ മിൽക്ക് തിസിൽ ടീ പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കാം. അതേപോലെ തന്നെ ഡാൻജലിയോൺ റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആണത്. അതിൻ്റെ റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ടീ പൗഡർ ഉണ്ടാക്കുന്നത്. ആ ടീ പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കുടിക്കാം. ഇതൊക്കെ ഈ ലിവറിൽ നിന്ന് കൂടുതലായിട്ട് ടോക്സിൻസ് പുറത്ത് കളയാൻ സഹായിക്കുന്ന 2 ഡ്രിങ്ക്സുകളാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒന്നാണ് നാരങ്ങ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടീസ്പൂൺ നാരങ്ങ ഇതെടുത്തിട്ട് നമുക്കൊരു വാം വാട്ടറിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു അര കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്യുക. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കറുവാപ്പട്ട പൊടിച്ചതും ചേർക്കാം. ഇതൊരു ഡ്രിങ്കായിട്ട് നമുക്ക് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ലിവറിൽ കൊഴുപ്പ് കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ചീത്ത കൊഴുപ്പിനെ അലിയിക്കാനും ഈ ടോക്സിൻസിനൊക്കെ പുറന്തള്ളാനും സഹായിക്കുന്ന ഈ ഒന്നാണ് വിറ്റാമിൻ സി കണ്ടൻറ്റുള്ള നാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ കറുവാപ്പട്ട പോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾ, കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റുള്ള മഞ്ഞൾ, പച്ചമഞ്ഞൾ നമുക്ക് സൂപ്പിലൊക്കെ യൂസ് ചെയ്യാം. സൂപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സൂപ്പിലൊരു നുള്ള് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കറിയിലും ഭക്ഷണത്തിലൊക്കെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഡെയിലി ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഡ്രിങ്ക് ഉപയോഗിക്കാം. മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു ഡെയിലി ഒരു ഡ്രിങ്കായിട്ട് കുടിക്കാം. അപ്പോൾ ഇത്തരം ലിവറിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ലിവറിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രിങ്ക്സാണ് നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാപ്പി കുടിക്കാം, ചായ കുടിക്കാം. പക്ഷേ അതൊക്കെ കട്ടൻ കാപ്പി ആയിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കാം. മധുരം ഉപയോഗിക്കാതെ കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ചായ കുടിക്കാതിരിക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചായ ഓരോ അരമണിക്കൂറിലും കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് നമ്മൾ മിതമായിട്ടുള്ള രീതിയിൽ 1-2 കാപ്പി കുടിക്കുന്നതിലോ ചായ കുടിക്കുന്നതിലൊന്നും തെറ്റില്ല. അതൊക്കെ ലിവറിൽ കൊഴുപ്പ് കുറയാൻ സഹായിക്കുന്ന ഡ്രിങ്കുകളാണ്. അതുപോലെ ഈ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് നിർദ്ദേശിക്കാവുന്ന നല്ലൊരു പ്രഭാത ഭക്ഷണം രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് ഓട്ട് മീൽ. നമ്മൾ ഓട്സിൽ നമുക്ക് ചില ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ നേന്ത്രപ്പഴം കട്ട് ചെയ്തിടാം. അങ്ങനെ ഓട്സിൻ്റെ ഒരു വിഭവം രാവിലെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനോടൊപ്പം നമുക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കാം. അതിനോടൊപ്പം നമുക്കൊരു എഗ്ഗ് വേണമെങ്കിൽ ഒരു മുട്ട 1-2 മുട്ടയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു ഇടനേരങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കഴിച്ചു വരുന്നത് ഇടനേരങ്ങളിലാണ്. ആ സമയത്തുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ, പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് നട്ട്സുകളാണ്. നമ്മളൊരു 1-2 ബദാം, കാഷ്യൂ നട്ട് അല്ലെങ്കിൽ വാൾനട്ട് പോലെയുള്ള നട്ട്സുകൾ ഇടനേരങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സൂപ്പ് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ്റെയൊക്കെ സൂപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട്, ബ്രെഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹോൾ ഗ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡുകൾ, പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ ഒക്കെ ബ്രെഡ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് ഇടനേരങ്ങളിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും. അതിൽ മുട്ട ചേർക്കാം, ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. വിറ്റാമിൻ സി കണ്ടൻറ്റുള്ള ക്യാപ്സിക്കം പോലെയുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സാൻഡ്വിച്ച് ആക്കി കഴിക്കാം. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചോറ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 1/4 പോർഷൻ മാത്രം ചോറ് എടുക്കുക. ബാക്കിയുള്ളത് കൂടുതലായിട്ട് പച്ചക്കറികൾ, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, ചിക്കൻ ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, പിന്നെ അതിനോടൊപ്പം ഫൈബർ കണ്ടൻ്റ് ഉള്ള ഇലക്കറികൾ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പറഞ്ഞതിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒന്നാണ് റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കേണ്ട കാര്യമാണ്. അതായത് ബീഫ്, പോർക്ക്, മട്ടൺ ഇതേപോലെയുള്ള റെഡ് മീറ്റ് ഐറ്റംസ് നമുക്ക് ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സാലഡ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഫിഷ് ഐറ്റംസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണ്. അതുപോലെ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഇടയ്ക്കൊന്ന് സൂര്യപ്രകാശം
കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പാല്, മുട്ട ഇതിലൊക്കെയാണ് പിന്നെ അറ്റ്ലീസ്റ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത്. ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ വൈറ്റമിൻ ഇൻ്റെ അളവ് നന്നായിട്ട് ബോഡിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് കൂടുതലായിട്ടുള്ളതാണ് സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, അതായത് വിത്തുകൾ. ഏതൊരു പ്ലാന്റിൻ്റെയും വിത്തുകളിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഈ സ്നാക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതും കൂടെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സ്നാക്കിംഗ് എന്ന് പറയുന്നത്. ഈ സ്നാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, പാക്കറ്റുകൾ വാങ്ങിക്കുക, വെറുതെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക, അതിനാണ് സ്നാക്കിംഗ്. അത് ഒരു അസുഖമായിട്ട് ഇന്ന് ആൾക്കാരിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലിവറുള്ള പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. ഈ സ്നാക്കിങ്ങിനൊക്കെ പറ്റിയ സാധനങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. നട്ട്സ്, അല്ലെങ്കിൽ സാൻഡ്വിച്ചസ്, അല്ലെങ്കിൽ റാപ്പുകൾ ഉണ്ടാക്കാം. നമുക്ക് ഹോൾ ഗ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നന്നായിട്ട് വെജീസ് ആഡ് ചെയ്തിട്ട് ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു റോൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി പോലുള്ള ഡ്രിങ്ക്സ് കുടിക്കുക എന്നുള്ളത്. അതും ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവുക. ഈ രാത്രി വൈകിട്ടുള്ള ഭക്ഷണ രീതി ഇതിനെ ബാധിക്കുമോ? ഏത് സമയമാണ് ഈ രാത്രി ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നന്നായിട്ട്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒ പിയിൽ വരുന്ന ഒരു ഫാറ്റി ലിവർ ഫാമിലി വരികയാണെങ്കിൽ പലപ്പോഴും പറയുന്ന ഒന്നാണ് കിച്ചണ് ക്ലോസ് ചെയ്യാൻ നേരത്തെ. അതായത് ഒരു 7:30, 8 മണി, 8:30 ആ സമയത്തേക്ക് കിച്ചൺ ക്ലോസ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഈ കിച്ചൺ വൈകി അടക്കുമ്പോൾ എന്താണ്, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കലും വൈകും. നമ്മൾ ഹെവി ഫുഡാണ് രാത്രി കഴിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഉച്ചയ്ക്കൊന്നും ആരും ഭക്ഷണം കഴിക്കില്ല, അതിന് പകരം രാത്രി ഒന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയാറുള്ളത് കിച്ചൺ ഒരു 8, 8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ ആ സമയത്തിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കരുത് എന്ന് തന്നെ പറയാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്. രാത്രി നമ്മളൊരു 12 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫാറ്റി ലിവർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ആ സമയത്താണ് ലിവറിൻ്റെ പണി കൂടുതലായിട്ടുള്ളത്. കാരണം ഒരു 3 മണി 4 മണിക്കൊക്കെ ലിവർ കൂടുതലായിട്ട് ടോക്സിൻസിനൊക്കെ പുറത്ത് കളയുന്നൊരു സമയമാണ്. ആ സമയം നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ലിവറിന് വേറെ പണിയെടുക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനൊക്കെ ദഹിപ്പിക്കാനുള്ളൊരു സമയമേ ലിവറിന് ഉണ്ടാവുകയുള്ളൂ. അല്ല ടോക്സിൻസിനെ കളയാനോ അല്ലെങ്കിൽ ഉള്ള കൊഴുപ്പിനെ കളയാനൊന്നും ലിവറിന് പണിയെടുക്കാൻ സമയമില്ല. ആ സമയത്ത് ലിവറിന് വർക്ക് ലോഡ് കൂടും നമ്മൾ ഈ ഹെവി ഫുഡ് കഴിച്ചാൽ. അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി നമ്മളൊരു 10-12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ലിവറിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ചീത്ത കൊഴുപ്പിനെ കളയാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ ഉള്ള ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിയാത്ത ആളുകൾക്ക് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറയാറുണ്ട്. ചില ഷുഗറുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇത്രയും സമയം ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ രോഗികളോട് നമ്മൾ കുറച്ച് നേരത്തെ 7-7:30 ഭക്ഷണം കഴിച്ച് രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറയും. ഒരു 7:30 രാവിലെ ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ വല്ലാതെ അവർ പട്ടിണിക്ക് കിടക്കേണ്ടി വരില്ല. പക്ഷേ ഈ ലിവറിൻ്റെ ഹെൽത്തിനെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഭക്ഷണരീതി, രാത്രിയിലെ ഭക്ഷണരീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ എന്നല്ല പല രോഗങ്ങളും ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു 30 ദിവസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ ഗ്രേഡ് 1 ഫാറ്റി ലിവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കുക. അത് ബെറ്റർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ നോക്കി നിങ്ങൾ എക്സസൈസ് കാര്യങ്ങളും കൂടെ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഒരു 30 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഫാറ്റ് ലിവറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അത് മാത്രം തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്, വേറെ ഒന്നുമല്ല. വെയിറ്റ് റിഡക്ഷൻ, ഫാറ്റ് ലിവർ കുറയണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ വേണം. അപ്പോൾ എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം? നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 10% വെയിറ്റ് കുറയ്ക്കുകയാണ് വേണ്ടത്. എക്സാമ്പിളായിട്ടൊരു 70 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 7 കിലോ കുറയ്ക്കുക. അത് സാവധാനം കുറച്ചാൽ മതി. ഒരു 3 മാസമോ 2 മാസമോ എടുത്തിട്ട് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഡയറ്റ് കാര്യങ്ങൾ ചെയ്യാം, എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇതൊക്കെ തന്നെയാണ് അതിൽ ചെയ്യേണ്ടത്. അങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് 1 അതുപോലെ തന്നെ ഗ്രേഡ് 2ക്ക് ഒരു കിടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പരിധി വരെയുള്ള ഫാറ്റ് ലിവർ നമുക്കത്
മരുന്നുകളില്ലാതെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മറ്റസുഖങ്ങൾ ഡയബറ്റിക് അല്ലെങ്കിൽ കാർഡിയാക്ക് അസുഖങ്ങൾ, ഹൃദയപരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസോ കാര്യങ്ങളോ അതിന് സപ്പോർട്ടീവായിട്ട് കഴിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ തന്നെയും നമുക്ക് ഒരു 30 ദിവസം കൊണ്ട് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഡൗട്ടാണ് എക്സസൈസ് എങ്ങനെ വേണം എന്നുള്ളത്. ഓടണോ, ജിമ്മിൽ പോകണോ എന്നുള്ളതും വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. നമുക്ക് ദ്രുതഗതിയിലുള്ള നടത്തം, റിതമിക്കായിട്ടുള്ള ഒരു വാക്കിംഗ് തന്നെയാണ് ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നല്ലത്. കാരണം ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾ കിടന്ന് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ മുട്ടിനെ, കാലിൻ്റെ മസിൽസിനെയൊക്കെ വളരെയധികം ബാധിക്കാറുണ്ട്. പലരും ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യമാണ് ഫാറ്റി ലിവറിന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടം തുടങ്ങുന്നത്. അപ്പോൾ അത് പലപ്പോഴും മറ്റസുഖങ്ങളിലോട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്, ദ്രുതഗതിയിലുള്ള നടത്തം, എന്നാൽ നമ്മുടെ ബോഡി വിയർക്കുന്ന രീതിയിലുള്ള ഒരു 10 മുതൽ 20 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെയുള്ള നടത്തമാണ്, റിതമിക്കായിട്ടുള്ളൊരു സ്പീഡോട് കൂടിയിട്ടുള്ള നടത്താണ് ഫാറ്റി ലിവറുള്ള രോഗികൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ വെയിറ്റ് റിഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിയും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 75-80 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഉള്ളിലെത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഡോക്ടറെ, ഉച്ചയുറക്കാണ്. അതെ അതെ, പല ആളുകൾക്കും അല്ലെങ്കിൽ പല സ്ത്രീകൾക്കുള്ള ഒരു പ്രധാന പരിപാടി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഒക്കെ ഭാഗം ഇരുത്ത് തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊരു നാപ്പ് എടുത്തോട്ടെ, അങ്ങനെ പറയാം, ഒരു നാപ്പ് എടുത്തോട്ടെ എന്ന്. അത് മണിക്കൂറുകളോളം ഉറങ്ങുന്നത് വളരെ ഡേഞ്ചറാണ്. കാരണം 2-3 മണിക്കൂറൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ സമയത്ത് നമ്മൾ ലിവറിൻ്റെ സ്ട്രെസ്സ് കൂടും, ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മര്യാദക്ക് നടക്കില്ല. ആ സമയമാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ളൊക്കെ ചാൻസ് കൂടുതൽ. അതിന് പകരം ചെറുതായിട്ടൊരു ഇതേപോലെ നാപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് 2-3 മണിക്കൂർ ഉച്ചയുറക്കമുള്ള സ്ത്രീകളിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ രാത്രി നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാത്രി വൈകി ഉറങ്ങുന്നവരിൽ ഒരു 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമൊക്കെ സ്ഥിരമായിട്ട് നേരത്തെ ഉറങ്ങുന്ന ആളുകളിലും ഈ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു 10-10:30 ആവുമ്പോൾ പരമാവധി കിടക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉറക്കം വളരെയധികം ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള യോഗ പോലെയുള്ള എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ, യാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളായിക്കോട്ടെ, അത് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹോബീസ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ. അതൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ അത് പ്രധാനം തന്നെയാണ്. അതിനോടൊപ്പം ഈ കാര്യങ്ങളും ഉറക്കം, സ്ട്രെസ്സൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരം രോഗാവസ്ഥകൾ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രേഡ് 1 നിന്ന് മാറിയിട്ട് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 സിറോസിസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. മരുന്നുകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് മരുന്നുകൾക്ക് അപ്പുറം നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ലക്ഷണങ്ങളും ശരീരം കാണിച്ചു തരും. ലിവറിൻ്റെ ഒരു അപകടാവസ്ഥയിൽ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ശരീരം കാണിച്ചു തരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പലർക്കും ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഷഹല CH, ഡോക്ടർ ശ്രേയ S മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയാവുന്നതാണ്. അതുപോലെ ഫാറ്റി ലിവറിനെ കുറിച്ച് ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ താഴെ കമൻറ്റിൽ ഫാറ്റി ലിവർ എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.